ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് പൈപ്പ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ ഭിത്തിയുടെ ഉള്ളിൽ അടിച്ച് ക്ലിയർ ചെയ്ത് കൺസീൽ ചെയ്ത് ചെയ്യും. അപ്പോൾ അതിന് ശേഷം പിന്നീടാണ് നമ്മൾ ഒരു കോട്ട് വൈറ്റ് സിമെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം ആണ് നമ്മൾ വന്നിട്ട് വയറ് കാര്യങ്ങളൊക്കെ വലിക്കാറ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ഇത്രയും ലെങ്ത്തിൽ വയറ് വലിച്ചെടുക്കുക എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ, അതെങ്ങനെയാണ് വലിച്ചെടുക്കുന്നത്, അത് എന്ത് ഉപകരണം വെച്ചിട്ടാണ് വലിച്ചെടുക്കുന്നത്, ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഇപ്പോൾ കാണുന്ന പൈപ്പ് ലൈനിലെല്ലാം തന്നെ കൺസീൽ ചെയ്ത് ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പൈപ്പുകൾ ആകെ കാണാൻ പറ്റുന്നത് നമ്മുടെ ബോക്സിൽ മാത്രമായിരിക്കും. ബോക്സിൻ്റെ ഏരിയയിൽ മാത്രമായിരിക്കും നമ്മൾ പൈപ്പ് കാണാൻ സാധിക്കുന്നത്. ബോക്സിൻ്റെ ഏരിയയിൽ കാണുന്ന പൈപ്പ് നമ്മൾ ഇതുപോലെ തന്നെ ഈ സ്പ്രിങ് കണ്ടോ, ഈ സ്പ്രിങ്ങിൻ്റെ തുമ്പ് നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് കട്ടൺ സ്പ്രിങ് ആണ്. കട്ടൺ സ്പ്രിങ് ആണ് നമ്മൾ സാധാരണ കോമൺലി ഉപയോഗിക്കുന്നത്. പുള്ളർ ഉപയോഗിക്കാറുണ്ട്. പുള്ളറിനേക്കാൾ കുറച്ചൊരു സേഫ്റ്റി ഇതുപോലെ തന്നെ കട്ടൺ സ്പ്രിങ് ആണ്. അതുമാത്രമല്ല ഏകദേശം നമുക്ക് റേറ്റും കാര്യങ്ങളും വെച്ച് നോക്കി കഴിയുമ്പോൾ കുറച്ച് കുറവാണ് തന്നെ. അപ്പോൾ നമ്മളിതിൻ്റെ തുമ്പത്ത് ഇതുപോലെ തന്നെ കട്ടൺ സ്പ്രിങ്ങിൻ്റെ തുമ്പത്ത് ഇതുപോലെ തന്നെ അതിൻ്റെ ക്ലാമ്പ്, അതായത് ആ ക്ലിപ്പ് കൂടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ജസ്റ്റ് പിരിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കട്ടൺ സ്പ്രിങ് നമുക്ക് ഒരു 4 ബെൻഡ് 5 ബെൻഡ് വരെ മാക്സിമം ഇങ്ങനെ ഈ പൈപ്പിലൂടെ കണ്ടോ, ഈ പൈപ്പിലൂടെ നമ്മളിങ്ങനെ തള്ളി കൊടുത്താൽ മതി, തന്നെത്താനെ കയറിപ്പോവും. കാരണം ആ സ്പ്രിങ്ങിൻ്റെ എഫക്റ്റാണ് വരുന്നത്. അപ്പോൾ ആ ബെൻഡ് വരുന്ന ഏരിയകളിലെല്ലാം തന്നെത്താനെ വളഞ്ഞ് ഏത് പൊസിഷനിലേക്കാണോ പൈപ്പ് പോയിരിക്കുന്നത് അതിലെല്ലാം വളഞ്ഞ് കറക്റ്റായിട്ട് പോകും. മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്കൊരു 4 ബെൻഡ് 5 ബെൻഡ് വരെ മാക്സിമം നമുക്ക് ഒറ്റ ലെവലിൽ തള്ളിയെടുക്കാൻ സാധിക്കാറുണ്ട്, നോർമൽ ലെവലിൽ. അതല്ലാതെ കിട്ടും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് 15 മീറ്റർ വരെയാണ് നമ്മൾ സാധാരണ, അല്ലെങ്കിൽ ഒരു 13 മീറ്റർ 15 മീറ്റർ വരെയാണ് സാധാരണ നമ്മളൊരു സ്പ്രിങ്ങിൻ്റെ ലെങ്ത്ത് എടുക്കാറ്. നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഏകദേശം ഒരു 30 മീറ്ററിൻ്റെ ഒറ്റ കേസായിട്ടാണ് കിട്ടാറ്. ഇനി അതല്ല അളന്ന് വേണമെങ്കിൽ നമുക്ക് കിട്ടും. അതായത് മീറ്ററിന് നമുക്ക് ഇത്ര റേറ്റ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 30 മീറ്ററിൻ്റെ കേസിന് നമുക്ക് ഏകദേശം ഒരു 300-350 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കത് 2 പീസായിട്ട് 15 മീറ്ററിൻ്റെ 2 എണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല ലോങ് ലൈഫ് കിട്ടുന്ന പ്രൊഡക്ട്സ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പ്രിങ് വെള്ളം നനയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് മാത്രമാണ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കണ്ടിരിക്കുന്നത്. കാരണം വെള്ളം പിടിച്ച് കഴിഞ്ഞാൽ അത് തുരുമ്പ് പിടിക്കും. തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ങിൻ്റേതായ എഫക്റ്റ് കാര്യങ്ങൾ നഷ്ടപ്പെടും. പിന്നെ നമുക്ക് വയറിൻ്റെ ഈ പറയുന്ന പൈപ്പിലൂടെ തള്ളിക്കഴിഞ്ഞാൽ ടൈറ്റ് ആവാനും അതുപോലെ തന്നെ നമ്മൾ വയർ വലിക്കുന്ന സമയത്താണെങ്കിലും ടൈറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പ്രിങ് തള്ളി എവിടെയാണോ നമ്മുടെ ബോക്സുകളിൽ ഇരിക്കുന്നത് അവിടേക്ക് ബോക്സിൻ്റെ ഈ സ്പ്രിങ്ങിൻ്റെ നമ്മൾ തള്ളി കയറ്റിയ ആ വശം വന്നു കഴിയുമ്പോൾ അവിടെ നമ്മുടെ ഏതൊക്കെ വയറുകളാണോ വേണ്ടത് ആ വയറുകളെല്ലാം നമ്മൾ ഒന്നല്ലെങ്കിൽ ടേപ്പ് ചെയ്ത് അതിലൂടെ ടൈറ്റ് ചെയ്ത് അതല്ലെങ്കിൽ ആ കാണുന്ന ആ പറയുന്ന ക്ലാമ്പിൽ നിന്നുണ്ട് ഈ കുളത്തിൽ നമുക്ക് കൊളുത്തിയിട്ട് തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ താഴേക്ക് പോരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എത്ര ലെങ്ത്ത് വേണമെങ്കിലും നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്പ്രിങ് കാര്യങ്ങൾ ഉപയോഗിക്കാമെന്ന്, സ്പ്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്താണെന്ന്, സ്പ്രിങ് എത്ര വരെ ഉപയോഗിക്കാമെന്ന്, റേറ്റ് എങ്ങനെയാണെന്നും എങ്ങനെ നമുക്ക് വലിച്ചെടുക്കാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel